വൈകുന്നേരങ്ങളിലൊക്കെ ചായൻ്റെ കൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആട്ടോ. സാധാരണ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് റവ നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ റവ വറുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാനുണ്ടോ കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് മറ്റൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉരുകിയിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് വറുത്തെടുത്ത് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒട്ടും കട്ടില്ലാത്തത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. നമ്മൾ സാധാരണ റവ ഒക്കെ വേവിച്ചെടുക്കുമല്ലോ, ഉപ്പുമാവിനൊക്കെ അതേപോലെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ചെറിയ കട്ടകൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ കട്ടകളൊക്കെ പോയിക്കോളും. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ 2 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് വേവായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ചൂട് ആറിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരു മറ്റൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ശർക്കര ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഉരുകി വരുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് തേങ്ങയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ശർക്കരൻ്റെ നനവ് വറ്റി വരുന്നവരെ നമുക്കിത് ഇളക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയും അതേപോലെ തന്നെ ഏലക്കയും കൂടെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് തന്നെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോട് കൂടെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് ഓയിലും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഓരോ ബോൾസാക്കി എടുക്കില്ലേ, അത്ര വലുപ്പത്തിലുള്ള ഓരോ ബോൾസാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫില്ലിങ് ഇതിലോട്ട് വെച്ചെടുക്കുക. അപ്പോൾ വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ബോൾസാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിച്ച് മുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 2 എണ്ണം വെച്ചാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെറിയ പാനായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട്